നമസ്കാരം. 32 വർഷം മുമ്പ് 1992 ബാബറി മസ്ജിദ് തകർന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒരുപാട് അസ്ഥിരതകളും കലാപങ്ങളും ഉണ്ടായിരുന്നു. ഗോദ്ര സംഭവത്തിൻ്റെ തുടർച്ചയായിരുന്നു ഇതൊക്കെ. അന്ന് രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വർഗീയ കലാപമുണ്ടായി. ആ വർഗീയ കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ മറയായി രക്ഷപ്പെട്ടുപോയ ഒരു മഹാദുരന്തമായിരുന്നു 92 തന്നെ പുറത്തു വന്ന അജ്മീർ കൂട്ടബലാത്സംഗ കേസ്. രാജസ്ഥാനിലെ അജ്മീറിലെ ദർഗ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ജാതി മത ഭേദമന്യേ ആ സൂഫി ദർഗയിലേക്ക് ഇപ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ദർഗയുടെ നടത്തിപ്പുകാർ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തറവാട്ടുകാരാണ്. ഈ കുടുംബത്തിൽപ്പെട്ട ഫറൂഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസ് നേതാവായ നഫീസിനൊപ്പം ഏതാണ്ട് 250ഓളം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു എന്നതായിരുന്നു അജ്മീർ ബലാത്സംഗ കേസ്. പക്ഷേ ഇക്കാര്യം അധികമാരും അറിഞ്ഞില്ല. പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ അത് മറച്ചു വെച്ചത് വർഗീയ ലഹള ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു. കാരണം ഫറൂഖും കൂട്ടുകാരും ചെയ്ത് ബലാത്സംഗം ചെയ്ത 250ഓളം വരുന്ന പെൺകുട്ടികളിൽ ഭൂരിഭാഗവും ഹിന്ദു മത വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു ഹിന്ദു മുസ്ലിം വർഗീയ ലഹളയായി മാറാതിരിക്കാൻ കരുതലെടുത്തു ഭരണകൂടങ്ങൾ. അജ്മീറിലെ ഒരു പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തതോടെയാണ് ഈ സംഭവം അല്പമെങ്കിലും പുറം ലോകം അറിഞ്ഞത്. അജ്മീർ ദർഗയുടെ അവകാശികളായ ഖദീം കുടുംബത്തിലെ പ്രമുഖനായ ഫറൂഖ് ചിപ്പിടിയായിരുന്നു ഈ കൂട്ടബലാത്സംഗം ആസൂത്രണം ചെയ്തത്. തൊട്ടടുത്തുള്ള സോഫിയ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പെൺകുട്ടിയെ ഫറൂഖ് ചിപ്പിടി വശീകരിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നു. അവളുടെ നഗ്ന ചിത്രങ്ങൾ പുറത്തുവിടും എന്ന് ഭീഷണിപ്പെടുത്തി അവളുടെ കൂട്ടുകാരെ കൂടി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഓരോരുത്തരായി അജ്മീറിലെ പല പ്രമുഖ സ്കൂളുകളിലെ ഏതാണ്ട് 250ഓളം പെൺകുട്ടികൾ ഫറൂഖിനും കൂട്ടുകാർക്കും കീഴടങ്ങി കൊടുക്കേണ്ട സാഹചര്യമുണ്ടായി. 11 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള സ്കൂൾ കുട്ടികളായിരുന്നു ഇരകളിലേറെയും. അന്ന് രാജസ്ഥാൻ ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ പ്രതികൾക്ക് ഒത്താശ പാടി എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ട്. എന്തായാലും പ്രതികളിൽ 8 പേരെ പിടികൂടുകയും അവരിലേറെ വൈകാതെ ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തു. എന്നാൽ അവരിൽ 4 പേരെ പിന്നീട് സുപ്രീം കോടതി വെറുതെ വിട്ടു. ഏതാണ്ട് 18 പ്രതികളായിരുന്നു. 10 പ്രതികളുടെ മേൽ കുറ്റം ചുമത്തിയെങ്കിലും കഴിഞ്ഞ 34 വർഷമായി അവരുടെ മുമ്പിൽ നീതിദേവത വാതിൽ കൊട്ടിയടയ്ക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രത്യേക പോക്സോ കോടതി പ്രതികളായ 6 പേരെ കൂടി ജീവപര്യന്തം തടവിന് വിധിച്ചിരിക്കുന്നു. നേരത്തെ വിധിച്ച 8 പേരിൽ 4 പേരെ സുപ്രീം കോടതി വെറുതെ വിട്ടിരുന്നു. പിന്നീട് അറസ്റ്റിലായ പലരെയും ജാമ്യത്തിൽ ഹൈക്കോടതിയും വിട്ടിരുന്നു. ആ കേസ് 32 വർഷത്തിന് ശേഷം ഇപ്പോൾ 6 പേർക്ക് കൂടി ജീവപര്യന്തം കൊടുത്തതോടെ വീണ്ടും ചർച്ചകളിൽ നിറയുന്നു. 150 മുതൽ 250 വരെ പെൺകുട്ടികൾ ഫറൂഖിനും സംഘത്തിനും കീഴടങ്ങിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. 32 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 6 പേർ കൂടി ശിക്ഷിക്കപ്പെടുമ്പോൾ ഇരകളൊക്കെ ആവേശമോ സന്തോഷമോ ഇല്ല. അന്ന് സ്കൂളിൽ പഠിച്ചിരുന്ന പല പെൺകുട്ടികളും ഇന്ന് മുത്തശ്ശിമാരായിരിക്കുന്നു. അവർക്കിതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും ഇഷ്ടമില്ല. അവരുടെ ജീവിതത്തിലെ കറുത്ത അധ്യായമായി മറച്ചു പിടിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ പെൺകുട്ടികളുടെ അടക്കമുള്ള ചിത്രങ്ങൾ പിന്നീട് പുറത്തു വരികയും അവരിൽ പലരും ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു. പലരും കൂറുമാറിയ സാഹചര്യമുണ്ടായി. പലരും മെനക്കെടാൻ തയ്യാറല്ലാത്തതുകൊണ്ട് മൊഴി കൊടുക്കാൻ വേണ്ടി എത്തിയത് പോലുമില്ല. ഒരു കേസും ഇങ്ങനെ നീണ്ടുപോവരുത്, വൈകിയാൽ നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്നതിന് തെളിവായി മാറുന്നു അജ്മീർ റേപ്പ് കേസ്. ആ കേസിലെ മുഖ്യപ്രതിയായ ഫറൂഖ് പോലും ആദ്യമായി ശിക്ഷിക്കപ്പെടുന്നത് 32 വർഷത്തിന് ശേഷമാണ് എന്നത് എത്ര ഖേദകരമാണ്. ഈ ശിക്ഷയും നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഉറപ്പൊന്നുമില്ല. ഒരു സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ തെരഞ്ഞു പിടിച്ച് അവരെ ബലാത്സംഗത്തിന് ഇരയാക്കി പലരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ടും കേസിൻ്റെ വിചാരണ 32 വർഷം നീണ്ടുപോവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നീതി വ്യവസ്ഥ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. എന്തായാലും അജ്മീർ കൂട്ടബലാത്സംഗ കേസ് ഒരിക്കൽ കൂടി ചർച്ചയാകുമ്പോൾ കേരളം അത് ആവേശത്തോടെ ഏറ്റെടുത്തിരിക്കുന്നു എന്നത് കൗതുകമുണർത്തുന്ന കാര്യമാണ്.